HMV വൈറസ് വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ലോകാരോഗ്യ സംഘടന സാക്ഷ്യപ്പെടുത്തുന്നു. ശൈത്യകാലത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ശ്വാസകോശ അണുബാധ മാത്രമേ നിലവിൽ ചൈനയിലുള്ളൂ എന്നാണ് WHO പറയുന്നത്. ചൈനയിൽ അസാധാരണ രീതിയിൽ HMV വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. ശൈത്യകാലത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ശ്വാസകോശ അണുബാധ മാത്രമേ ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂവെന്നും WHO വ്യക്തമാക്കുന്നു. 2024 ഡിസംബർ 29 വരെയുള്ള കാലയളവിൽ ചൈന പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ പ്രകാരം വടക്കൻ പ്രവിശ്യയിൽ സീസണൽ ഇൻഫ്ലുവൻസ, HMPV, റൈനോ വൈറസ്, RSV എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അത് ശൈത്യകാലത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന അളവിൽ മാത്രമാണെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു. ചുരുക്കം കേസുകളിൽ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ ആകാം. HMPV ബാധിച്ച മിക്കവർക്കും ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതായും ലോകാരോഗ്യ സംഘടന പറയുന്നു. ചൈനീസ് അധികൃതരുമായി ബന്ധപ്പെട്ടുവെന്നും അസാധാരണമായ ഒരു സാഹചര്യവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു. ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യവും നിലനിൽക്കുന്നില്ല. ലോകമെമ്പാടുമുള്ള ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങൾ നിരീക്ഷിച്ചുവരികയാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. റിസർച്ച് ഡെസ്ക് 24.